ഹായ് മക്കളെ, വെൽക്കം 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 ടു ഇഗ്നീഷ്യ. ഇഗ്നീഷ്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരുൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1ലെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഐസോമെറിസം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ചെറിയൊരു പോർഷനാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. എന്താണ് ഐസോമെറിസം? ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ ഉണ്ട്, അത് പഠിക്കാം. ആകെ ഒരു ലൈൻ ഉള്ളത്. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. രണ്ട് കോമ്പൗണ്ടുകൾ തരുന്നു. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആകുന്നു, പക്ഷേ അതിന്റെ സ്ട്രക്ചർ ഫോർമുല, അതേപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ഇതൊക്കെ ഡിഫറൻസ് ആവുന്നു. ഇതാണ് ഐസോമെറിസം. ഓക്കെ ആണോ? അങ്ങനെ കാണിക്കുന്ന കോമ്പൗണ്ടുകളെ ആ ഒരു ഫിനോമിനെയാണ് എന്ത് പറയാ? ഐസോമെറിസം എന്ന് പറയാം. ഡെഫിനേഷൻ അതാണ്. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. CH3 CH2 CH2 CH3. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. CH3 CH CH3 CH3. ഓക്കെ, ഇയാളെ നിങ്ങൾ കണ്ടുപരിചയമുണ്ടോ? പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? 4 കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കീൻ അല്ലെ, അത് ബ്യൂട്ടീൻ ആണ്. അത് അവരുടെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. നോക്കിക്കേ, എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കി. 1 2 3 4, 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് എണ്ണി നോക്കി. 3 + 3 6 + 2 8 + 2 10. അപ്പൊ ഇവിടെ 4 കാർബൺ ആറ്റവും 10 ഹൈഡ്രജൻ ആറ്റവും ഉള്ള ബ്യൂട്ടീൻ ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും ഇത് ബ്യൂട്ടീൻ അല്ല. പേരിടാനൊക്കെ പഠിച്ചതാണ്. അപ്പൊ അതിൽ പേരൊന്ന് മനസ്സിലാക്കി വെച്ചേക്ക. പേരിടാൻ പഠിക്കണം ഇവിടെ കേട്ടോ, എഴുതി പോകേണ്ടതാണ്. ഇവിടെ ഇത് 2 മീഥൈൽ പ്രൊപ്പീൻ ആണ്. ഇത് ബ്യൂട്ടൈൻ, ഇത് 2 മീഥൈൽ പ്രൊപ്പൈൻ. പക്ഷെ ഇവിടത്തെയും കാർബൺ ആറ്റത്തിന്റെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെയും എണ്ണം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. 1 2 3 4, 4 കാർബൺ ആറ്റം. ഹൈഡ്രജൻ ആറ്റം നോക്കിക്കേ. 3 + 3 6 + 3 9 + 1 10. അപ്പോ രണ്ടിടത്തും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പെട്ടെന്ന് നോക്കുമ്പോൾ മോളിക്കുലർ ഫോർമുല C4H10 ആണ് രണ്ടിടത്തും. പക്ഷേ അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഒരാൾ സിംഗിൾ ചെയിൻ ആണ്, ഒരാൾ ബ്രാഞ്ചഡ് ആണ്. പേരിൽ വ്യത്യാസമുണ്ട്, പ്രോപ്പർട്ടിയിലും എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ അതേപോലെ രണ്ട് കോമ്പൗണ്ടുകൾ അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആവുന്നു, പക്ഷെ സ്ട്രക്ചറും ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറൻസ് ആയാൽ ഈ ഫിനോമിനൻ എന്ത് വിളിക്കും? ഐസോമെറിസം എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഈ ചെയിനിൽ ഡിഫറൻസ് വരുന്ന ഇവരെന്ത് വിളിക്കും? ചെയിൻ ഐസോമെറിസം. 4 ഐസോമെറിസം പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ചെയിൻ ഐസോമെറിസം. അപ്പൊ ചെയിൻ ഐസോമെറിസം ചോദിച്ചാൽ ഇത് എഴുതി വെച്ചോളാം. ഓക്കെ, ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ തരും, ഇതിന്റെ ചെയിൻ ഐസോമർ എഴുതാൻ പറയും. അപ്പൊ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു CH3 എടുത്തിട്ട് ബാലൻസ് ചെയ്ത് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് CH ഹൈഡ്രജൻ ഒക്കെ ബാലൻസ് ചെയ്ത് ഒരു ബ്രാഞ്ച് ആക്കി എഴുതി വെക്കാം. ചിലപ്പോൾ 2 എക്സാമ്പിൾ തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 എക്സാമ്പിൾ തരും. എന്നിട്ട് ഒരാളുടെ ഐസോമറിക് പെയർ ഏതാണെന്ന് ചോദിക്കും. ചെയിൻ ആണെങ്കിൽ അത് നോക്കി എഴുതുക. അതിന്റെ ഏത് ഐസോമെറിസം ആണെന്ന് ചോദിക്കും. അതിന്റെ പേരിടല് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ആ കോമ്പൗണ്ടിന്റെ പേര് എഴുതി വെക്കുക. ഇതാണ് ഐഡിയ. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ സാധനം? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഐസോമെറിസത്തിലോട്ട് പോവാം. അപ്പോ രണ്ടാമത്തെ ഐസോമെറിസം പൊസിഷൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമെറിസത്തിനെ ഞാൻ 2 എക്സാമ്പിൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എഴുതി വെക്കുകയാണ്. CH3 CH2 CH2OH. ഓക്കെ, അടുത്തത് CH3 CHOH CH3. ഓക്കെ, 2 എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് 1 2 3 പ്രൊപ്പനോൾ ആണ്. 1 പ്രൊപ്പനോൾ ആണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. രണ്ടാമത്തേത് 2 പ്രൊപ്പനോൾ ആണ്. അപ്പൊ പേരിൽ തന്നെ വ്യത്യാസമായി. അപ്പൊ അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, അതേപോലെ പ്രോപ്പർട്ടീസിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അവിടുത്തെ മോളിക്കുലർ ഫോർമുല സെയിം ആണോ നോക്കണം. നമുക്ക് കാർബണും ഹൈഡ്രജനും ഓക്സിജന്റെയും എണ്ണം ഒന്ന് നോക്കാം. നോക്കിക്കേ, 1 2 3, 3 കാർബൺ ഇവിടെ. അതേപോലെ ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി. 3 + 2 5, 5 + 2 7, 7 + 1 8. അതേപോലെ ഓക്സിജൻ എത്ര ഉണ്ട്? ഒരെണ്ണം. അപ്പൊ ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇങ്ങനെയാണ്. അതേപോലെ അടിയിലുള്ള കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എണ്ണി നോക്കുക. 1 2 3 4, 1 2 3. അതേപോലെ ഹൈഡ്രജൻ എത്രയുണ്ട്? 3 + 3 6 + 2 8, ഓക്സിജൻ 1. അപ്പോ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മളുടെ തന്നിരിക്കുന്ന രണ്ടുപേരുടെയും പേര് വ്യത്യാസമാണ്, സ്ട്രക്ചർ വ്യത്യാസമാണ്, പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കും. സോ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വ്യത്യാസമാണെങ്കിലും എന്തുമാത്രം സെയിം ആണ്? മോളിക്കുലർ ഫോർമുല മാത്രം സെയിം ആണ്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരെയും സെയിം ആണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ആദ്യത്തെയിൽ ഇത് ഒന്നാമത്തെ പൊസിഷനിലാണ് OH വന്നത്. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ വന്നപ്പോ സെക്കൻഡ് പൊസിഷനിലാണ് OH വന്നത്. അതായത്
ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി ഐസോമെറിസം കാണിക്കുന്നു. അതിനെയാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് വിളിക്കുക. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഒന്ന് മാറുക, പക്ഷെ അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആവുക. ഇതാണ് എന്ത് പറയണേ? പൊസിഷൻ ഐസോമെറിസം. ഈ പൊസിഷൻ ഐസോമെറിസം ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾ മാത്രമല്ല. നേരെ ഇപ്പൊ Cl ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ. ഇവിടെ ഒരു Cl തന്നു, ഇവിടെ ഒരു Cl തന്നു. അപ്പൊ അതും എന്താണ്? പൊസിഷൻ ഐസോമെറിസം ആണ്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ മാത്രമല്ല, ആൽക്കീനിലും ആൽക്കൈനിലും കാണിക്കും. ഓക്കെ, അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, ഞാനിവിടെ ഒരു ആൽക്കീൻ, 2 ആൽക്കീൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആൽക്കീൻ അറിയാം, 1 ബ്യൂട്ടീൻ ആണ്. 1 2 3 4 4 കാർബൺ ആറ്റം ഉള്ള ഡബിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കീൻ ആണ്. 1 ബ്യൂട്ടീൻ ആണ് വരിക. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് 2 ബ്യൂട്ടീൻ ആയി. നോക്കിക്കേ, ഈ പറയുന്ന ആദ്യത്തേതില് ഡബിൾ ബോണ്ട് പൊസിഷൻ 1-ലാണ്. രണ്ടാമത്തേതിൽ വരുമ്പോൾ ഡബിൾ ബോണ്ട് പൊസിഷൻ എവിടെയാണ്? 2-ലാണ്. അതായത് ഇതിന്റെ കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും ഒക്കെ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റം. ഇവിടെയും 1 2 3 4 4 കാർബൺ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന് എണ്ണി നോക്കുക. 3 + 2 5, 5 + 2 7, 7 + 1 8. ഇവിടെയും എണ്ണി നോക്കുക. 3 + 3 6 + 2 8. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഒക്കെ സെയിം ആണ്. പക്ഷെ എന്തിൽ മാത്രം വ്യത്യാസമുണ്ട്? പേരിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ മാറി? ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഒന്ന് മാറി. ഓക്കെ ആണോ? അപ്പൊ ഇത് ആൽക്കീനും എന്ത് കാണിക്കും? പൊസിഷൻ ഐസോമെറിസം കാണിക്കും. അതേപോലെ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴത്തേനും അവിടെയും ഇതുപോലെ ബോണ്ട് മാറി ഐസോമെറിസം കാണിക്കും. അപ്പൊ ചോദ്യം വരുന്നത് ചിലപ്പോൾ ഈ 2 എക്സാമ്പിൾ എന്നിട്ട് ഇത് ഏത് ഐസോമെറിസം ആണെന്ന് ചോദിക്കും. പൊസിഷൻ മാറിയോ നോക്കുക. പൊസിഷൻ ഐസോമെറിസം ആണെന്ന് എഴുതി വെക്കാം. പേര് ചോദിക്കും. അതൊക്കെ ഇടാൻ നേരത്തെ പഠിച്ചാണ്. പേര് എഴുതി വെക്കുക. ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ചോദിക്കുന്ന കാര്യം, ഈ പറയുന്ന ഒരൊറ്റ എക്സാമ്പിൾ തന്നിട്ട് ഇതിന്റെ ഒരു പൊസിഷൻ ഐസോമെറിനെ വരയ്ക്കാൻ പറയും. എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. അതേപോലെ നേരത്തെ ഞാൻ തന്നിൽ OH വരുമ്പോൾ OH തന്നിട്ട് എന്നിട്ട് അതിന്റെ ഒരു പൊസിഷൻ ഐസോമെറിനെ വരയ്ക്കാൻ പറഞ്ഞ എന്ത് ചെയ്യുക? OHന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. കാർബണും ഹൈഡ്രജനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഐഡിയ മനസ്സിലായോ? എളുപ്പമല്ല ഈ സാധനം. അപ്പൊ ഇതെങ്ങനെ വന്നാലും ചെയ്യാൻ പഠിച്ചോളൂ. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഐസോമെറിസത്തിലോട്ട് പോവാം. ഓക്കെ. അടുത്ത ഐസോമെറിസം എഴുതി വെച്ചിട്ടുണ്ട്, ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ വ്യത്യാസം വന്ന് കാണിക്കുന്ന ഐസോമെറിസം ആണ് ഫങ്ഷണൽ ഐസോമെറിസം. ഞാൻ ആദ്യം എഴുതിയ എക്സാമ്പിൾ CH3CH2OH എഥനോൾ ആണ്. അതേപോലെ രണ്ടാമത് എഴുതിയിരിക്കുന്നത് CH3OCH3 ആണ്. അത് മിതോക്സി മീഥേൻ ആണ്, ഈതർ ആണ്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പക്ഷെ അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഓക്കെ. ഇങ്ങനെ കാണിക്കുന്ന ഐസോമെറിസം ആണ് എന്താ? ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയാം. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഈ OH-ലും OE-ലും മാത്രം നോക്കിയാൽ മതി കേട്ടോ ഇക്കാര്യം. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമെർ എഴുതാൻ പറയും. അല്ലെങ്കിൽ ഈ 2 എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏത് ഐസോമെറിസം ആണ് ഇവർ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. പേര് എഴുതാൻ പറയും. ഇതാണ് ചെയ്യേണ്ടത്. പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? അപ്പൊ ലാസ്റ്റ് ഐസോമെറിസത്തിലോട്ട് പോവാം. ഓക്കെ. ലാസ്റ്റ് ഐസോമെറിസം ആണ് മെറ്റാമെറിസം. ഈ മെറ്റാമെറിസം കാണിക്കുന്നത് ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഒന്ന് ഈ ഈതർ OR ഗ്രൂപ്പ്, അതേപോലെ അടുത്തത് നമ്മുടെ കാർബൺ ഈ CO ഇല്ലേ, കീറ്റോ ഗ്രൂപ്പ്. ഇത് രണ്ടുമാണ് ഈ പറയുന്ന ഐസോമെറിസം കാണിക്കുന്നത്, മെറ്റാമെറിസം കാണിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറയുന്ന ഈതറിന്റെ പേരിടാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നടുക്കുന്ന വെട്ടി അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി ഏറ്റവും ചെറുതിന്റെ ഒപ്പം ഓക്സിയും അപ്പുറത്തതിനെ എയിനും ചേർത്ത് വിളിക്കുക, അല്ലെ മിതോക്സി മീഥേൻ, മിതോക്സി ഈഥേൻ, അങ്ങനെയൊക്കെയല്ലേ പഠിച്ച് അല്ലെ? അപ്പൊ ഇവിടത്തെ ഈ ഐസോമെറിസം എന്ന് പറയുന്നത്, ഇവിടെ നോക്കി 2 കോമ്പൗണ്ടുകൾ ഞാൻ തന്നിട്ടുണ്ട്. രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. അവിടെയും ഈതർ, ഇവിടെയും ഈതർ തന്നെ. പക്ഷെ ഇതിന്റെ പേരിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ രണ്ടും സെയിം ആൾക്കാരായതുകൊണ്ട് ഇതോക്സി ഈഥെയ്ൻ എന്ന് വരും. പക്ഷെ ഇവിടെ ഒരാള് ചെറുതാണ്, അപ്പൊ ഇത് മിതോക്സി പ്രൊപ്പെയിൻ ആണ്. ഇത് ഇതോക്സി ഈഥെയ്നും ഇത് മിതോക്സി പ്രൊപ്പെയിൻ ആണ്. പക്ഷെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല എന്താ? സെയിം ആണ്. 4 കാർബൺ ആറ്റവും 10 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉള്ള കോമ്പൗണ്ടുകളാണ് രണ്ടുപേരും. പക്ഷെ രണ്ടുപേരുടെയും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ടു വശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നു. കണ്ട, ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ടു വശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വേറെയാണ് അല്ല. ഒന്ന് ഇവിടെ രണ്ടും സെയിം ആണ്. ഒന്ന് ഈതറും ഒന്ന് ഈഥെയ്നും, ഈ ഈഥൈൽ ഗ്രൂപ്പും അടുത്തതും ഈഥൈൽ ഗ്രൂപ്പാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒന്ന് മീഥൈൽ ഗ്രൂപ്പ്, അടുത്തത് പ്രൊപ്പൈൽ ഗ്രൂപ്പാണ് അല്ലെ? അപ്പൊ രണ്ടുപേരുടെയും ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇവിടെയും ഇവിടെയും സെയിം ആണോ? അല്ല. ഒരു സ്ഥലത്ത് വേറെ, ഒരു സ്ഥലത്ത് വേറെ അല്ലെ? അതാണ് അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ്, അങ്ങനെ ഉള്ള കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഐസോമെറിസം ആണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായോ? എളുപ്പമല്ലേ ഈ സാധനം? ഓക്കെ അല്ലേ? ഓക്കെ അല്ല. അപ്പൊ ഈ പറയുന്ന 2 ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇത് കാണിക്കുക കേട്ടോ, മെറ്റാമെറിസം. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. വേറെ ഈ പറയുന്ന Cl-ഉം OH-ഉം അതിലോട്ടൊന്നും പോണ്ടി വരില്ല. ഓക്കെ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ.
അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബൈവാലന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ പറയുന്ന ഈത്തറും അതേപോലെ ഈ പറയുന്ന നമ്മുടെ കീറ്റോ ഗ്രൂപ്പും ഇത് ഷോ ചെയ്യുന്നതാണ് പറഞ്ഞത് മെറ്റാമറിസം. അപ്പൊ ഞാൻ കീറ്റോ ഗ്രൂപ്പിന്റെയും കൂടി ഒരു എക്സാമ്പിൾ എഴുതി വെച്ചാണ്. നോക്കിക്കേ, ആദ്യത്തെ എഴുതി വെച്ചിരിക്കുന്ന ആളെ നോക്കി, CH3 CH2 COCH2 CH3 പെന്റനോൺ ആണിത്. 3 പെന്റനോൺ. ഇവിടെ നോക്കിയേ CH3CO CH2 CH2 CH3 2 പെന്റനോൺ ആണ്. അപ്പൊ ആദ്യത്തെ എഴുതി വെച്ചിരിക്കുന്ന 3 പെന്റനോൺ, രണ്ടാമത്തെ 2 പെന്റനോൺ, രണ്ട് ആൾക്കാരാണ്. കീറ്റോൺ ആണെങ്കിലും രണ്ട് കീറ്റോൺ ആണ്. ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ അതിന് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, C5H10O ആണ് രണ്ടും. അപ്പോ ഇതിന്റെ ഈ പറയുന്ന, അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഇതിന്റെ പൊസിഷൻ മാറിയതാണല്ലോ. പൊസിഷൻ മാത്രമല്ല, ഇതിന്റെ ഇപ്പുറത്തെ ഈ പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കീറ്റോ ഗ്രൂപ്പിന്റെ രണ്ടു വശത്തും ഈ ഈതൈൽ ഗ്രൂപ്പുകളാണ്. പക്ഷെ ഈ കീറ്റോന്റെ രണ്ടു വശത്തും ഏതാണ്? ഒന്ന് മെയ്തൈൽ ഗ്രൂപ്പും ഒന്ന് പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ്. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ ഇരുവശത്തും വ്യത്യാസം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് വേണ്ടി എന്ത് വിളിക്കാം? ഈ മെറ്റാമെറിസം കാണിക്കുന്ന കോമ്പൗണ്ടുകളാണെന്ന് പറയാം. ഐഡിയ മനസ്സിലായോ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ 4 ഐസോമെറിസം ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ 4 ഐസോമെറിസംസ്: ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ മെറ്റാമെറിസം. ഈ പറയുന്ന 4 ഐസോമെറിസം വളരെ എളുപ്പത്തിൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. സിമ്പിൾ ആണ്, ട്രൈ ചെയ്ത് നോക്കുക. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കുക. ഐസോമെറിക് പെയർസ് കണ്ടുപിടിക്കാനായിരിക്കും, ചിലപ്പോൾ അതിന്റെ IUPAC നെയിം എഴുതാനായിരിക്കും, ഏത് ഐസോമെറിസം ആണ് ഇവർ ഫോളോ ചെയ്തതെന്ന് ചോദിക്കാനായിരിക്കും. അപ്പൊ ഏതാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലായിട്ട് കാണാം. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ.